എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞു വെച്ചാൽ ഒരു സ്നാക്സാണ്. അത് വേറെ ഒന്നല്ല, ചിക്കൻ മോമോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മോമോസ് നേപ്പാളിലൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നൊരു സ്നാക്സാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ അതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മോമോസിന് വേണ്ട ഫസ്റ്റ് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, അതിലേക്ക് ചട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉരുളിയൊക്കെ നന്നായി ചൂടായി വരട്ടെ. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് ചിക്കൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ശേഷം വെള്ളം ഒഴിച്ചിടണം. നമ്മളിപ്പോൾ ചേർക്കാൻ പോണത് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ മഞ്ഞപ്പൊടി ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ചിക്കനിൽ മറ്റേ മഞ്ഞപ്പൊടി ഉപ്പും നന്നായി പിടിക്കണ മാതിരി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ എന്തായിന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. വെള്ളം ഒരു ലേശം കൂടുതലായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ചിക്കൻ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഒന്നുകൂടി കടന്നാവാണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ആയി വരുന്നുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ അതിന് മുന്നേ നമ്മുടെ മോമോസ് പൊതിയാനുള്ള ഫില്ലിങ് വെച്ചിട്ട് പൊതിയാനുള്ള ഷീറ്റ് റെഡിയാക്കാണ്ട്. അപ്പോൾ എന്നുണ്ടാവണ പോലെ സൈത്ത് നമ്മുടെ ഒപ്പം ഉണ്ട്. സൈത്ത് അതെ ഇല്ലേ? അപ്പോൾ സംഭവം ഷീറ്റിൻ്റെ കാര്യങ്ങളാവാൻ നോക്കും. അപ്പോൾ മൈദയും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതെന്താ ചെയ്യുന്നത്? സംഭവം കഴിക്കാൻ പാകത്തിനൊക്കെ രൂപമാക്കണം. പിന്നെന്താ അതൊക്കെ റെഡിയാക്കി ചെയ്യും. നമ്മളിപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഏകദേശം ഉപ്പുവെള്ളമല്ലേ വെച്ചിരിക്കുന്നത്? ഉപ്പുവെള്ളം. അപ്പോൾ നമുക്ക് മാവൊന്ന് സ്മൂത്താക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്കെന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു പരത്തുന്ന പലക വെച്ചിട്ടാണ് ഇന്ന് അതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ബോൾ പിടിച്ചിട്ട് സിംഗിൾ ഷീറ്റ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പോകുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്താ എൻ്റെ പരിപാടി? എന്താ ഇത് കഴിഞ്ഞെന്താ അത് പരത്തിയെടുക്കുക. സിംഗിൾ ഷീറ്റ് ആയിട്ടല്ലേ ചെയ്യുന്നത്? ഓരോരോ പീസ് ആയിട്ട്. അപ്പോൾ നമ്മുടെ സജിത്ത് ഇവിടെ ഓരോ ബോൾ എടുത്തിട്ട് പരത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ സ്ഥിതി? റൗണ്ട് ആവുമോ? റൗണ്ടാക്കണം. റൗണ്ടാക്കണം. എൻ്റെ കഴിവട്ടത് അവസാനം ഇന്ത്യയുടെ മറ്റേ മാപ്പ് വരെ വരും.
നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം. കുറച്ച് നേരമായി അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തീ അണയ്ക്കാം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കണം ബാക്കി. അപ്പോൾ അതിന് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് നമ്മൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ചിക്കൻ ഒന്ന് ചൂടാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്താ ചൂടാറി കഴിഞ്ഞിട്ട് അത് ഒന്ന് എന്താ പറയുക ചെറിയ ചെറിയ പീസസ് ആകണം. അതിന് ശേഷം നമ്മൾ 2 ടൈപ്പ് മോമോസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ഒന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യണ മാതിരി എടുക്കുന്നതും ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ആവി കയറ്റിയിട്ട് സ്റ്റീം ചെയ്തിട്ട് കുക്ക് ചെയ്യണ മാതിരിയുള്ള 2 ടൈപ്പ്, അങ്ങനത്തെ 2 ടൈപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മൊമോസിലേക്ക് വേണ്ട ചിക്കൻ ഇവിടെ നമ്മളിതാ നല്ലോണം കൈ കൊണ്ട് പിച്ച് പൊളിച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമുക്ക് സോയാ സോസ്, നമ്മൾ ഈ അടപ്പിൽ തന്നെ ക്വാണ്ടിറ്റി ഒരു 3 അടപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചാണിക്കുന്നത്. നമുക്ക് എന്താ വെച്ചാൽ ഈ പറയുന്ന പോലെ ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ പേസ്റ്റ് ആക്കിയിട്ടും ഇതിലിടാം. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്പ്രിംഗ് ഓനിയനാണ്. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത്, അതും ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് ചെറിയതായിട്ട് നുറുക്കിയതാണ്. നമ്മുടെ ക്യാരറ്റ് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞത്, മല്ലിയില, അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി അതും കൂടി ആവശ്യത്തിന് ചേർക്കാം. ഒരു 2 തക്കാളി ചെറുതായിട്ട് കുരുന്നതിന് അരിഞ്ഞ സാധനം. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എരിവ് കണക്കാക്കിയിട്ടുള്ള കുരുമുളക് പൊടി നമ്മളിതിൽ ചേർക്കുന്നു. അതേമാതിരി നമ്മുടെ ഉപ്പ്, ഇനിയൊന്നുമില്ല, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കൈയായിട്ട് തന്നെ ഇട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട മിക്സിങ് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റിന് ഒടിക്കാം. അപ്പോൾ നമ്മൾ മൊമോസ് 2 ടൈപ്പാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ട ഫില്ലിങ് ഇവിടെ എന്തായാലും ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിലേക്ക് വേണ്ട മൊമോസ് ഫ്രൈ ചെയ്യണതിന് വേണ്ട ആ ഫില്ലിങ്ങിൽ കുറച്ച് ഭാഗം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്കിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 2 ടൈപ്പ് മൊമോസിന് വേണ്ട ഫില്ലിങ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ മൊമോസിൻ്റെ ഷീറ്റൊക്കെ കൂടെ നമ്മൾ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൽ ഫില്ലിങ്ങും റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഞാനല്ല സജിത്താണ് ഇവിടെ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി മൊമോസ് ഫില്ല് ചെയ്യാൻ പോവാണ്, അല്ലേ? ആ ഷീറ്റിലേക്ക് ഇടാൻ പോവാണ് മൊമോസിൻ്റെ ഫില്ലിങ്. സാരി നോർമൽ നല്ല ശീലമുണ്ടല്ലോ ഇത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ട സോസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതിനുള്ള വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 തക്കാളി ചേർക്കാം.
ഇത് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് റെഡി ചെയ്യുന്നത്. അതേമാതിരി കുറച്ച് വറ്റൽമുളക്. ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക പുഴുങ്ങി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സോസിന് വേണ്ട തക്കാളിയും അതുപോലെ മുളകും അത് നന്നായിട്ട് വെന്ത് വന്നിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇത് ഒന്ന് ചൂടൊന്ന് ആറിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് നമ്മൾ നന്നായി അടിക്കും. അപ്പോൾ അതിനെന്താ വെച്ചാൽ അതിൻ്റെ ഒപ്പം ലേശം വിനാഗിരിയിൽ ലേശം ഉപ്പും ചേർക്കും. ഓക്കെ, നല്ല പോലെ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ തക്കാളിയും മുളകും കൂടിയിട്ട് നമുക്കൊന്ന് ചൂടാറുന്നവരെ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ആറ് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ മിക്സിയിലിട്ടിട്ട് ലേശം വിനാഗിരി ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി 2 സെക്ഷനായിട്ട് ചെയ്യുന്നു പറഞ്ഞു. ഒന്ന് ഫ്രൈ ആയിട്ടും ഒന്ന് ബോയിൽ ചെയ്തിട്ടും. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രൈ ആയിട്ടുള്ള സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ചട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടല്ലോ സൈറ്റ്. ഓക്കെ, അപ്പോൾ ഇടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മറിച്ചിടാം. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. നമ്മളെ ഫസ്റ്റത്തെ സെക്ഷൻ ഫ്രൈ ചെയ്ത് മൊമോസ് റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ ഫ്രൈ ചെയ്ത മൊമോസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഇതും കൂടി ലാസ്റ്റ് ആ 2 കൂടി എടുത്തിട്ട് ഇനി നമ്മൾ ബോയിലിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലുള്ള ബോയിൽ ചെയ്യാനുള്ള ഇഡ്ഡലി ചെമ്പാണ് വെക്കാൻ പോകുന്നത്. അതിൽ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റമ്മിൻ്റെ മുകളിലേക്ക് നേരെ കയറ്റി വയ്ക്കണം. അതൊന്ന് ചൂടായി തരുന്നേരം നമുക്കൊന്ന് വയ്ക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് ആ വെള്ളം ചൂടായി തരണം. അപ്പോൾ നമ്മൾ വെച്ച പാത്രം അതിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായി ചൂടായ കാര്യങ്ങൾ എന്തായി നോക്കാം. വെള്ളമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. നന്നായി വെട്ടി തിളക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ട്രേ വെച്ചെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മൊമോസ് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച തട്ടിൽ ഫുള്ള് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത തട്ടും കൂടി വെക്കാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം.
നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ബോയിൽ ചെയ്യാനുള്ള സാധനം ഇതാ ഒരു ഇഡ്ഡലി ചെമ്പിലാണ് വെച്ചിരിക്കുന്നത്. അതിനിപ്പോൾ ഏകദേശം ആയിണ്ടാവില്ലേ, മണക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഓപ്പൺ ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചു ശരിക്കും എന്താ പറയുക ഒരു വെള്ളത്തിൻ്റെ ഒരു ഈർപ്പമാതിരി തോന്നി. പക്ഷെ ഇത് കണ്ടോ, ജസ്റ്റ് പിടിച്ച് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒന്നുമില്ല, കയ്യിൽ നോക്കിയറിയാം. ഇതാണ് ഒന്നുമില്ല, നന്നായിട്ട് അത് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് വെച്ചാൽ നമ്മൾ ബോയിൽ ചെയ്തും റെഡി ഉണ്ട്, ഫ്രൈ ചെയ്തും റെഡി ഉണ്ട്. ഇനിയിപ്പോൾ അത് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം. അപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താ പറയുക അല്ലേ, അതിന് വേണ്ട സോസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ സോസിൽ മുക്കിയിട്ട് അതിന് ടേസ്റ്റ് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ സോസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അതുപോലെ മൊമോസ് ഫ്രൈ ചെയ്തെന്നു ബോയിൽ ചെയ്ത സാധനം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതിവിടെ വയ്ക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, കഴിക്കാൻ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ. അല്ല, സൈത്ത് തീർത്തുണ്ട്, നീ തീർത്തോ. ഓക്കെ, സൈത്ത് എന്താ എടുത്തിരിക്കുക എന്ന് പറയുന്നു. ഫ്രൈ ചെയ്ത സാധനം അല്ലേ, സുബു ബോയിൽ ചെയ്ത സാധനം. ഞാൻ നമ്മൾ ബോയിൽ ചെയ്ത സാധനം എന്താ വെച്ചാൽ തൊട്ടപ്പം തന്നെ അതിൻ്റെ എന്താ പറയുക സോഫ്റ്റ്, അതെ. അപ്പോൾ അതുകൊണ്ട് എന്താ മസാല കുറച്ച് നേരം പരട്ടിച്ചില്ലേ, അതൊക്കെ ഒന്നിച്ചൊന്ന് പിടിച്ചപ്പോഴേ ടേസ്റ്റ് ക്രിസ്പി തോന്നും അല്ലേ, കറുമുറ് കേൾക്കും. രണ്ടും രണ്ട് ടേസ്റ്റ്. ഞാൻ മറ്റേ കഴിച്ചില്ല, ഇതും നോക്കിയോ. ഒരു എന്താ തോന്നുന്നു, അല്ല ഇതെന്താ വെച്ചാൽ ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നോർമലി അങ്ങനെ ക്രിസ്പി ആക്കാറില്ല. നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞത് ക്രിസ്പി ആക്കിയത്. അല്ല ശബ്ദം ഇറങ്ങുമെന്ന്. പുറമെ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും കേട്ടില്ല. അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരേക്കും ബൈ.